ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. എന്തെല്ലാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നോമ്പൊക്കെ ആയില്ലേ? അപ്പോൾ നോമ്പിന് എല്ലാവരുടെയും വീട്ടിൽ ഒരു നിർബന്ധമായ കാര്യമായിരിക്കും അല്ലേ തരി കാച്ചിയത്. അപ്പോൾ അതെങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ ആ വീഡിയോയിലോട്ടേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ തരി കാച്ചി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് 500 ml 2 പാക്കറ്റ് 1 ലിറ്ററാണ് വന്നിട്ടുള്ളത്. 1 ലിറ്റർ പാൽ ഇതിലോട്ടേക്ക് ഒഴിച്ചതിന് ശേഷം 1 പാക്കറ്റ് പാൽ അഥവാ 500 ml പാലിന് 1 കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതിലോട്ടേക്ക് 2 കപ്പ് വെള്ളം ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാൽ നല്ല രീതിക്ക് തിളച്ചതിന് ശേഷം ഞാൻ ഇതിലോട്ടേക്ക് ഒരു 8 ടേബിൾ സ്പൂൺ തരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പെർഫെക്റ്റ് തിക്നെസ്സും അതുപോലെ ലൂസായതും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള തരിൻ്റെ അളവാണ് ഞാനിവിടെ ചേർക്കുന്നത്. അഥവാ നിങ്ങൾക്ക് നല്ല ലൂസ് വേണമെങ്കിൽ 8 കുറയ്ക്കുകയും നല്ല തിക്ക് വേണമെങ്കിൽ 8 കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഈ തരി എന്താക്കണം, 2 മിനിറ്റ് ഒന്ന് കുക്കായി വരട്ടെ കേട്ടോ. ഇതുപോലെ 2 മിനിറ്റ് ഒന്ന് മിക്സ് ആയതിനു ശേഷം ഇതിലോട്ടേക്ക് നമ്മൾ 8 ടേബിൾ സ്പൂൺ, അതായത് അതേ തരിൻ്റെ അളവ് തന്നെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഈ പാലൊന്ന് തിളക്കാൻ വേണ്ടി വിടുന്നുണ്ട് കേട്ടോ. നമ്മൾ തരി ചേർത്തുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. തരിയൊക്കെ പെട്ടെന്ന് അടുക്ക് പിടിക്കുന്ന സാധനമാണല്ലേ. അപ്പോൾ ഇതുപോലെ പഞ്ചസാരയും ഒന്ന് ഈ പാലിലോട്ടേക്ക് മെൽറ്റായി വരണം കേട്ടോ. ഇതുപോലെ നല്ല രീതിക്ക് മെൽറ്റായതിനു ശേഷം ഞാൻ ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ അളവിൽ കാർഡമൻ പൗഡർ, അതായത് നമ്മൾ ഏലക്കായ് പൗഡറും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂണിലും കുറവാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഷുഗറൊക്കെ ഒന്ന് ബാലൻസായി വരാൻ വേണ്ടിയിട്ടാണ് ആ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളെ തരിയും പഞ്ചസാരയും അതുപോലെ ഏലക്കായും ഉപ്പും ഒക്കെ ഇതിൽ നല്ല രീതിയിൽ യോജിച്ച് വരണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കൈവിടാതെ ഇളക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ആയി കുക്ക് ചെയ്തെടുക്കുക. അതുപോലെ നല്ല രീതിക്ക് നിങ്ങൾ മിക്സ് ചെയ്യണേ. അതിന് ഇതുപോലെ നല്ല രീതിക്ക് പാലൊക്കെ ഒന്ന് തിളച്ചെല്ലാം യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ അടുപ്പ് ഒന്ന് ഓഫാക്കി ഇതൊന്ന് മൂടി വെക്കുക കേട്ടോ. ഒരു അടുപ്പ് കൊണ്ട് ഈ ഒരു പാത്രം മൂടി വെക്കുക. എന്നൊരു 2 മിനിറ്റ് നിൽക്കട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്കൊരു സാധനം തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ ഗീ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഗീയിലോട്ടേക്ക് കുറച്ച് ഒരു ഉള്ളിൻ്റെ 1/4 ഭാഗത്തിനും ചെറിയ കഷ്ണമായിട്ടുള്ള ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം കേട്ടോ അരിയാൻ വേണ്ടിയിട്ട്. ഈ നെയ്യിൽ ഉള്ളിയൊക്കെ വാട്ടി തരി കാച്ചിയിലോട്ടേക്ക് ഒഴിക്കുന്ന സമയത്ത് വേറെ തന്നെ ഒരു രുചിയാണ് കേട്ടോ. അപ്പോൾ ഈ ഉള്ളി വാട്ടിയതിലേക്ക് നമ്മൾ വളരെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അഥവാ നമ്മൾ കാഷ്യൂ നട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ചേർക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാം കേട്ടോ. അതുപോലെ ഈ അണ്ടിപ്പരിപ്പ് നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു 5-10 ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അഥവാ ഉണക്കമുന്തിരിൻ്റെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കാഷ്യൂ നട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ റേസിൻസും ഒക്കെ നല്ല രീതിയിൽ വറുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് മാറ്റി വെച്ച തരി കാച്ചിയതിലോട്ടേക്ക് നമുക്കിതൊന്നും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കംപ്ലീറ്റ് ആയി നെയ്യ് അടക്കം ചേർക്കണം കേട്ടോ. വറുത്തത് അണ്ടിയും മുന്തിരിയും ഉള്ളിയും മാത്രമല്ല, ഈ നെയ്യ് അടക്കം ചേർത്ത് ഇതിലോട്ടേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ തരി കാച്ചീന്. ഇനി ഇതുപോലെ നമ്മൾ ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നല്ല പെർഫെക്റ്റ് തിക്നെസ്സിലോട് കൂടി നമ്മൾ ഈ തരികാച്ചി റെഡിയാവും കേട്ടോ. അപ്പോൾ തരികാച്ചിയൊക്കെ ഇതുവരെ ട്രൈ ചെയ്താക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമുക്ക് ഈ തരികാച്ചി ഇത് വേറൊരു ഗ്ലാസ്സിലോട്ടേക്ക് സെർവ് ചെയ്യാം. നല്ലൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ ഈ തരികാച്ചി. ഇത് കണ്ണൂർക്കാരൻ്റെ ഒക്കെ സ്പെഷ്യൽ സാധനമാണ് തരികാച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരേക്കും തരികാച്ചി ഇത് കേട്ടിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നല്ല ചൂട് കാലത്താണല്ലേ നോമ്പൊക്കെ വന്നിട്ടുള്ളത്. ഈ ചൂട്ടത്തൊക്കെ നല്ല രീതിയിൽ തരികാച്ചത് നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല രുചിയായിട്ട് കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.